എന്നും നീ ഇങ്ങനെ സ്വർണ്ണ മുട്ട ഇടല്ലേ. ഞാൻ ഈ മുട്ടയൊക്കെ എവിടെ കൊണ്ട് വെക്കും? നീ എന്തിനാ പിന്നെയും മുട്ട ഇട്ടെ? എന്റെ വീട് മൊത്തം നിന്റെ മുട്ട കൊണ്ട് നിറഞ്ഞിരിക്കുവോ. ഇനി മുട്ട ഇട്ടാ ഞാൻ എവിടെ കൊണ്ട് വെക്കും? പോലീസ് വിചാരിക്കും ഞാൻ വല്ല കള്ളനുമാണെന്ന്. ഞാൻ നിന്നെ വല്ല കാട്ടിലും കൊണ്ട് കളയാൻ പോവാ. അല്ല വലിയേട്ടാ, എന്തിനാ ഇത്രയും ഭംഗിയുള്ള ഒരു താറാവിനെ കാട്ടി കൊണ്ടേ കളയുന്നത്? ഇങ്ങോട്ട് തരൂ, ഞങ്ങൾ കൊണ്ടേ വളർത്തിക്കോളാം. ഈ താറാവ് സാധാരണ താറാവല്ല. ഇത് ഞാൻ ആർക്കും ചുമ്മാ വിട്ട് തരത്തുമില്ല. അതിനെന്താ, അതിന് ഞങ്ങൾ പൈസ തരാലോ. പിന്നെന്താ, പറ എത്ര പൈസ വേണം? ഇതിന് വില പേശലൊന്നുമില്ല. നീ പറ നിന്റെ എത്ര ഉണ്ടെന്ന്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒരു പൈസ ഇല്ല. എന്താ? ഉണ്ട് ഉണ്ട്, 5000 രൂപയുണ്ട്. ഡോക്ടർ ജഡ്ക കെമിക്കൽ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു തന്ന പൈസയാ. അത് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് ഡോക്ടർ ജഡ്കയുടെ പൈസയാണ്. അതെങ്ങനെ എടുത്ത് കൊടുക്കുക? പത്ലു, ഡോക്ടർ ജഡ്കയ്ക്ക് നമ്മൾ നാളെ തന്നെ തിരിച്ചു കൊടുത്താ പോരെ? മനസ്സിലാക്ക് പത്ലു. 5000 രൂപ. ഓക്കെ ശരി, 5000 രൂപയ്ക്ക് ഈ താറാവ് നിങ്ങളുടേതാ. ഇന്ന് വാങ്ങിച്ചോളൂ. അവിടെ ഇനി നിങ്ങൾ കേട്ടോ ഈ താറാവിന്റെ പ്രത്യേകത. ഇത് സ്വർണ്ണ മുട്ട ഇടുന്ന താറാവാ. ഡെയിലി ഇത് കുറെ മുട്ട ഇടും. നിങ്ങൾക്ക് അവസാനം വട്ടാകും ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞ്. ഇതെന്റെ തലേന്ന് ഒഴിവാക്കി തന്നതിന് വളരെ നന്ദിയുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട വലിയേട്ടാ. ഞങ്ങളുടെ അടുത്ത് ഇതിന്റെ മുട്ട സൂക്ഷിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ശരി എന്നാ. മോട്ടു, നീ എന്തായി ചെയ്തത്? ഒരു താറാവിനെ പിടിക്കാൻ പോലും അറിയില്ലേ നിനക്ക്? അത് പെട്ടെന്നല്ലേ പറഞ്ഞു പോയത്. ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ രാജ്യത്തിൽ എന്റെ രാജ്യത്തിൽ എന്റെ രാജ്യത്തിൽ എന്റെ രാജ്യത്തിൽ എന്റെ രാജ്യത്തിൽ സോറി ബോക്സർ ഏട്ടാ. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ താഴെയുള്ള കാര്യം. ഓ, അതൊന്നും സാരമില്ല. ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരും. ചിലപ്പോ ഇങ്ങനെയും സംഭവിക്കും. വരൂ വരൂ, എന്റെ സ്വർണ്ണ മുട്ടയിടുന്ന താറാവേ, നീ വരൂ. എങ്ങോട്ടായി പോകുന്നത്? വല്ലതും തരണേ, വല്ലതും തരണേ സാറേ, വല്ലതും തരണേ. ചേട്ടാ, ഈ കൈവണ്ടി ഞങ്ങൾക്ക് തരുമോ പ്ലീസ്? അതൊന്നും പറ്റില്ല. പിന്നെ ഞാൻ എങ്ങനെ ജയിക്കും? അങ്ങ് ഞങ്ങൾ മനസ്സിലാക്കണം. ഈ വണ്ടി തരുവാണെങ്കിൽ ഞങ്ങൾ 10 ലക്ഷം തരാം. നിങ്ങളുടെ കുട്ടികൾ സന്തോഷമായിരിക്കും. ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഒരുപാട് അനുഗ്രഹിക്കും. സാറേ, നിങ്ങൾ എന്തിനെങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്? വേണമെങ്കിൽ എടുത്തോന്നേ, ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ. എന്തിനാ ഇങ്ങനെ പിടിച്ചു നോക്കുന്നത്? വണ്ടി വേണോ വേണ്ടയോ? പത്ലു, ഇതെങ്ങനെയാ പെട്ടെന്ന് വന്ന് ഇരുട്ട് കയറിയത്? ഇത്രയും നേരം നല്ല വെളിച്ചം ഉണ്ടായിരുന്നല്ലോ. എന്റെ മോട്ടു, തലയെടുത്ത് പുറത്തേക്കിട, അപ്പൊ വെളിച്ചം കണ്ടോളും. എന്റെ രാജ്യത്തിൽ പട്ടം ഉയരത്തിൽ, എന്റെ രാജ്യത്തിൽ പട്ടം ഉയരത്തിൽ, എന്റെ രാജ്യത്തിൽ പട്ടം ഉയരത്തിൽ. അയ്യോ, ഞങ്ങളെ കൊല്ലല്ലേ കൊല്ലല്ലേ. ഞങ്ങൾ സ്വർണ്ണ മുട്ടയിടുന്ന താറാവിനെ പിടിക്കാൻ ഇറങ്ങിയതാ. വേണമെങ്കിൽ ചേട്ടനും ദിവസം ഒരു മുട്ട തന്നേക്കാം. അബദ്ധം പറ്റിയതാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാമായിരുന്നു.
പക്ഷെ ഇതെന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരികയാണോ? ഞങ്ങള് പറയുന്നത് സത്യമാണ്. അല്ലെങ്കിൽ ഇതേ അങ്ങോട്ട് നോക്ക്, സ്വർണ്ണ മുട്ടയിടുന്ന താറാവ്. അത് ശരി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു പൊട്ടനാണെന്നാണല്ലേ? കാക്കയെ താറാവാക്കുന്നോ? ഞാൻ നിങ്ങളെ ഇതാ താറാവിന്റെ അടുത്തേക്ക് അയക്കാം. വരൂ വരൂ, ഇങ്ങോട്ട് വരൂ എന്റെ സ്വർണ്ണ മുട്ടയിടുന്ന താറാവേ. ഞാൻ നിനക്ക് നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ തരാൻ കുട്ടാ. വന്നേ വന്നേ വന്നേ, വരൂ വരൂ. വേണ്ട വേണ്ട, പറഞ്ഞു മാത്രം പോവല്ലേ. വേണ്ട, അവിടെ നിൽക്കേ. മോട്ടു, ഞാനിതേ എത്തി. മോട്ടു, വേഗം ഈ കൊടയിൽ പിടിച്ചോ. അതിന് കൊട എവിടെ? എന്റെ അമ്മോ, മോട്ടു പത്ലു, നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് എവിടുന്നൊക്കെയായി വരുന്നത്? എന്റെ നടു തല്ലുപിടിച്ച് നിങ്ങൾ രസിക്കുകയാണല്ലേ? സോറി ചിങ്ങം സാറ്, ഞങ്ങൾ സ്വർണ്ണ മുട്ടയിടുന്ന താറാവിന്റെ പുറകിൽ പോവുമായിരുന്നു. പ്ലീസ് ഡോണ്ട് മൈൻഡ്. സ്വർണ്ണമുട്ടിടുന്ന താറാവനെ എനിക്കും വേണം. സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. നിക്ക്, അവിടെ നിൽക്കാൻ. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, ഹൈലി എംപോസിബിൾ. സ്വർണ്ണമുട്ടിടുന്ന താറാവേ, എനിക്ക് വേണം. അവിടെ നിക്ക്. നിക്കാനല്ലേ പറഞ്ഞത്? എന്റെ അമ്മ, ഈ താറാവ് ഇപ്പൊ എന്റേതായി. ഇതിനെ ഞാനാണ് പിടിച്ചത്. എന്റെ അമ്മ, എന്റെ അമ്മേ. ചിങ്കം സാർ എന്റെ നടു ഓടിച്ചേ. ഒറ്റയ്ക്ക് അതിനെ പിടിക്കാന്ന് വെച്ചാ ബുദ്ധിമുട്ടാ. സാറും ചേർന്ന് ഞങ്ങളെ സഹായിക്കുവാണെങ്കിൽ ഞങ്ങൾ ദിവസം സാറിന് ഒരു സ്വർണ്ണ മുട്ട തന്നേക്കാം. എന്തേ? എന്നാ വരൂ, നമുക്കതിനെ ഒരുമിച്ച് പിടിക്കാം. നിക്കവിടെ. സിംഗം സാറേ, ഇതെന്താ ചെയ്യുന്നത്? സ്വർണ്ണമുട്ടിടുന്ന താറാവണെ ഞങ്ങൾ പിടിക്കാൻ പോവാണ്. ഇതിന്റെ അർത്ഥം മോട്ടും പത്തിലും പറഞ്ഞത് സത്യമായിരുന്നോ? സ്റ്റോപ്പ്. നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. സ്വർണ്ണ മുട്ടയിടുന്ന താറാവേ, ഒന്നവിടെ നിൽക്കേ. നിന്നോടാ പറയുന്നത്, ഞങ്ങൾക്ക് നിന്നെ വിടാൻ ഉദ്ദേശമില്ല. സ്വർണ്ണ മുട്ട ഇടുന്ന താറാവോ? വാ, പെട്ടെന്ന് വാ, നമുക്ക് പിടിക്കാം. അവിടെ നിക്ക്. എന്റെ അമ്മോ, ഇത് വെളുത്ത താറാവല്ലേ? ഇതിന് സ്വർണത്തിന്റെ നിറം മാത്രമേ ഉള്ളൂ. നീ ഇത് എവിടെയായിരുന്നു? ഈ സ്വർണ്ണ കളറൊക്കെ നിന്റെ താരായി അടിച്ചത്. എന്താ ഇത്? അതെ, ഇത് എന്റെ സ്വർണ്ണ മുട്ടയിടുന്ന താറാവാണ്. ഞാൻ ഇതിന് 5000 രൂപ കൊടുത്ത് മേടിച്ചതാണ്. നിങ്ങളെ ഇത് ആരോ മണ്ടനാക്കിയതാണ്. ഇന്ന് രാവിലെ ഇതിനെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയായിരുന്നു. എനിക്ക് തോന്നുന്നു അയാളായിരിക്കും നിങ്ങളെ മണ്ടനാക്കിയതെന്ന്.
എന്താ ഇത് വെളുത്ത മുട്ടയാണല്ലോ ഇടുന്നത്. വരൂ, എല്ലാവരും വരൂ. ഏതോ ഒരുത്തൻ നമ്മളെ വല്ലാതെ മണ്ടനാക്കി കളഞ്ഞു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താ നീ കാരണം ഞങ്ങൾ ഈ ഫുർഫുറി നഗരം മൊത്തം ഓടി. ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. നമുക്ക് പൊന്മുട്ട ഇവന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കണം. ഓയ് മോട്ടു, എന്റെ ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ല വല്യേട്ട, ഇത് എന്തായി കൊണ്ടുവന്നിരിക്കുന്നത്? അതെ, ഞങ്ങളൊരു എക്സിബിഷനിലേക്ക് പോയിരുന്നു. അവിടെ ഇത്ര മനോഹരമായിട്ടുള്ളൊരു പെയിന്റിങ് എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ വാങ്ങിച്ചോണ്ട് വന്നു. ഇതിനെ നമുക്ക് ആ ചുമരിലേക്ക് തൂക്കിയിടാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. പെയിന്റിംഗ് മനോഹരമായിരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പം ഈ രാജാവ് ശരിക്കും ജീവനോടെ നിൽക്കുന്നത് പോലെയുണ്ട്. വരൂ, നമുക്കിപ്പോ TV കാണാം. ഒരുപാട് നല്ല പ്രോഗ്രാമുകൾ ഉണ്ട് ഇപ്പോ. വേറെ വല്ലതും ഉണ്ടോ കഴിക്കാൻ? ഇത് അങ്ങോട്ടേക്ക് അത്രയ്ക്ക് സുഖിച്ചില്ല. എന്താ സംഭവിച്ച? എന്തിനാ നീ അവിടെ പോയിരിക്കുന്നേ? പ്ലേറ്റ് നീ ആർക്കാ കൊടുത്തത്? അയാളോട് തന്നെ ചോദിക്കേ. പൊളിക്കടുത്തല്ലോ. താൻ ആരാണ്? ഞാൻ രംഗനഗരത്തിന്റെ മഹാരാജാവ്, രാജാ രംഗാചാര്യൻ. ഞാൻ അവിടെ ആ കൊട്ടാരത്തിൽ താമസിക്കുന്നു. എന്റെ രോഗികളാണെങ്കിൽ സത്യം, ഈ പെയിന്റിങ്ങിനകത്തുള്ള രാജാവ് എങ്ങനെയാ പുറത്തു വന്നത്? ഓടിക്കോ അത്തിപ്പറമ്പ്. അങ്ങനെ പെട്ടെന്ന് അങ്ങ് പോയാലോ? എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടാട്ടെ. ഞങ്ങളെ ഇത് എവിടേക്കാ കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങളെല്ലാം രംഗനഗരിയിലാണ്. മഹാരാജാവിന് ഒരു നേരം പോക്കിന് വേണ്ടി നിങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നയാ. മിണ്ടാണ്ട് പറയുന്നത് എന്താന്ന് വെച്ചാ അങ്ങ് ചെയ്താ മതി. അതെ ബടൻ ചേട്ടാ, ഇതൊന്നും എന്റെ ജോലിയിൽ ഉൾപ്പെട്ടതല്ല. സമൂസ കഴിക്കാനുള്ള വല്ല വഴി ഉണ്ടെങ്കിൽ പറ. ഡേയ്, മിണ്ടാതെ പറയുന്നത് എന്താന്ന് വെച്ചാ അങ്ങ് ചെയ്തേക്ക്. അല്ലേ ആ മഹാരാജാവ് നിന്നെ വിശന്നിരിക്കുന്ന സിംഹത്തിന്റെ കൂട്ടിക്കൊണ്ടിടും. ഇപ്പൊ ചൊല്ല്, ഏറ്റുമുട്ട്. ആ കാണുന്ന പടയാളി ഇന്ന് വരെ ആരോടും തോറ്റിട്ടില്ല. സൂക്ഷിച്ചേറ്റുമുട്ട്. പോടാ. മോട്ടു, ഓൾ ദി ബെസ്റ്റ്. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, അവസാന ശ്വാസം വരെ പോരാടണം. പൊളിക്കടുത്തല്ലോ. അവന്റെ ജീവൻ പോയി കഴിഞ്ഞാ പിന്നെ ഇവര് നമ്മളെല്ലാം വിളിക്കാ. നമ്മുടെ കാര്യം പോക്കാണ്. കളി ആരംഭിക്കട്ടെ. ഇതെന്റെ ജീവൻ മരണ പോരാട്ടമാ. നിങ്ങൾക്കൊക്കെ കളിയാണല്ലേ? എന്റെ ദൈവമേ, ഇതൊന്നും കാണുന്നില്ലേ? ഓ, ഇതിനാണെങ്കിൽ ഒടുക്കത്തെ വെയിറ്റും. ഇതെങ്ങനെയാ ഞാൻ പൊന്തിക്കുക? ആഹാ ആഹാ ആഹാ. എത്ര നന്നായാ യുദ്ധം ചെയ്യുന്നേ. സബാഷ്.
താങ്ക് യു മഹാരാജാവേ, താങ്ക് യു. ഇനി ഒരു ടാക്സിയോ ഓട്ടോയോ പിടിച്ചു തന്ന ഫുർഫുറി നഗരത്തിലേക്ക് പോവായിരുന്നു. ഇത് ഭയങ്കര ടൈറ്റാ, എനിക്കിത് അനക്കാൻ പോലും പറ്റുന്നില്ല. ഒന്നുകൂടെ ചെയ്യൂ, അല്ലേ നിന്നെ കാത്തിരിക്കുന്നത് വിശന്നിരിക്കുന്ന സിംഹമാ. ഈ കോമഡി ഒന്ന് നിർത്തിയിട്ട് ഈ അമ്പൊന്ന് നെയ്യാമോ? ചെയ്തോട്ടെ ചെയ്തോട്ടെ, അവന് പറ്റുന്ന പോലെ ചെയ്തോട്ടെ. കളി നല്ല രസമായിരിക്കുന്നു. ഇവന്റെ അമ്പയത്ത് കൊള്ളാം, നല്ല ഉന്നം. ഇതാ പിടിച്ചോ. നന്ദിയുണ്ട് മഹാരാജൻ, വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇനി ഒരുമിച്ച് അവനോട് ഏറ്റുമുട്ട്. എന്റെ രോഗികളാണ് സത്യം, ഇവർ ആക്രമിക്കുന്ന തോന്നുന്നത്. മോട്ടു വേഗം എന്തെങ്കിലും ചെയ്യ്. പത്തലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ പറ. ഐഡിയ. ഇതാ അവൻ തരുട്ടോ. ഇന്നാ പിടിച്ചോ. ഇവരെനിക്കത് കഴിക്കാൻ തരുന്നില്ല. എനിക്ക് വിശക്കുന്നു. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. കൊടുക്ക്. ശരി മഹാരാജാവേ. പത്തലു ഇനിയിപ്പോ എന്താ ചെയ്യാ? ഐഡിയ. ആഹാ, എത്ര നന്നായി ഫൈറ്റ് ചെയ്യുന്നു. ഇനി നാം വിശ്രമിക്കാൻ പോകുന്നു. ബാക്കി കളി നാളെയാകട്ടെ. കൊള്ളാലോ, നല്ല ഐഡിയ. എന്താ അറിയില്ല, എന്റെ തലയ്ക്കകത്ത് മാത്രം ഇതുപോലുള്ള ഐഡിയ വരാറില്ല. മിണ്ടാതെ പോയ രാജാവിന്റെ കയ്യിൽ നിന്നും ആ ബ്രഷ് എങ്ങനെയെങ്കിലും എടുക്കണം. എത്ര നല്ല ഫൈറ്റിംഗ്. താങ്ക് യു മഹാരാജാവേ. രാജാവ് സ്വപ്നം കണ്ടതാ. നീ താങ്ക്സ് പറയേണ്ട ഒരാവശ്യമില്ല. വേഗം ബ്രഷ് എടുക്കാൻ നോക്ക്.
കൊള്ളാം, എത്ര നന്നായിട്ടാ അമ്പ് ചെയ്യുന്നത്. പത്ലു താങ്ക് യു എന്ന് പറ. നീ ബ്രഷ് എടുക്കുന്നുണ്ടോ ഇല്ലയോ? അല്ലെങ്കിലും നിനക്ക് പണ്ട് തൊട്ടേ മാനേഴ്സ് ഇല്ലല്ലോ. മഹാരാജാവ് പ്രശംസിക്കുമ്പോ നിനക്കൊരു താങ്ക്സ് പറയാൻ തോന്നുന്നുണ്ടോ? എന്താ കക്കുന്നോ? പൊളിച്ചെടുത്തല്ലോ, നമുക്ക് വേഗം ഇവിടുന്ന് പോകാം. ആഹാ, എന്താ കക്കാൻ നോക്കുന്നോ? ഏ? ഇത് പിടി, ഇതും പിടിക്കും. മോട്ടു വേഗം വാ. ഈ ബ്രഷ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ, അല്ലെങ്കിൽ കഴിയില്ല. നിൽക്കൂ അവിടെ, ഇതും കൂടെ കൊണ്ടുപോ. നിൽക്ക്. ഏ, ഇങ്ങോട്ട് വാ. വേഗം രക്ഷപ്പെടാം. വേഗം വാ. കൊള്ളാം 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 കൊള്ളാം. വില കൂടിയ സമ്മാനം. എന്റെ ജീവിതത്തിൽ ഒരു പണിക്കും പോകേണ്ട ആവശ്യമില്ല. എന്നാ പിന്നെ പെട്ടെന്ന് ഗേറ്റ് അങ്ങ് അടച്ചേക്കാം. പത്തിലോ ഇതൊക്കെ വെറും ഉടായ്പകളാ. ഈ ബ്രഷ് ഉടായ്പ തന്നെയാ. ഇത് എവിടുന്ന് കിട്ടിയാ നമുക്ക് അവിടെ തന്നെ കൊണ്ടുപോയി കളഞ്ഞേക്കാം.